ഇതാണ് പ്രസിദ്ധമായ മുത്തശ്ശിമാവ്. മുത്തശ്ശിമാവ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ അതിന് മഹത്തായ ഒരു സ്ഥാനമുണ്ട്. മീൻസ് കോളേജിനെക്കാട്ടിലും പഴക്കമുള്ള മുത്തശ്ശിമാവ്. എന്നാൽ മീൻസ് ഇവിടെ പഠിച്ചിരിക്കുന്നവരെല്ലാവരും ഇതിൻ്റെ തണലിൽ ഒട്ടേറെ മണിക്കൂറുകൾ അവരുടെ ജീവിതത്തിൽ ചിലവഴിച്ചിട്ടേ പോകും. കാര്യം വെച്ചാൽ മുത്തശ്ശിമാവൻ അതിൻ്റേതായ ഒരു പ്രത്യേകത ഈ യൂണിവേഴ്സിറ്റി കോളേജ് ലൈഫിൽ ഉണ്ട് ഇല്ലേ? മാത്രമല്ല ഇവിടെയാണ് കളിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ കളിക്കുന്നതും. ഞാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് പാർക്ക്, ഇവിടെയാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അടുത്ത് അവിടെ പഠിക്കുന്നു, ഇവിടെ കളിക്കുന്നു, അവിടെ പാടുന്നു. ഇതാണ് മുത്തശ്ശിമ. മുത്തശ്ശിമാവെന്ന് പറയുമ്പോൾ ഒരു എന്താണ് സ്വന്തം മുത്തശ്ശിയെ പോലെ അങ്ങനെ തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ടോ ജാസി? ഈ മുത്തശ്ശിമാവ് നിൻ്റെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മുത്തശ്ശിമാവ് ഒട്ടേറെ പാട്ടുകൾ കേട്ടിട്ടില്ല, പക്ഷേ ഒട്ടേറെ നെടുവീർപ്പുകൾക്കും ദീർഘനിശ്വാസത്തിനും ഈ മുത്തശ്ശിമാവ് സാക്ഷിയാണ്. നമ്മളോട് അന്ന് ഇവിടെ വെള്ളോടി സ്മോൾ അടിക്കുന്ന പാട്ടുകളുണ്ടായിരുന്നു. വെള്ളോടി സ്മോൾ അടി ആക്ച്വലി സ്മോൾ അടിക്കുന്ന പാട്ടുകളാണ്, പക്ഷെ അന്നൊരു തണ്ണടി പാട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാമോ? ഇത് ഏറ്റവും നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന റൂമാണ്. 2 റൂംസ് ഉണ്ട്. ഒന്ന് 108, 114, 108. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി കമ്പോസിങ് തുടങ്ങുന്നത്. മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ആദ്യമായിട്ട് ഈ ബെഞ്ച് സൂന സൂന എന്നുള്ള സോങ്ങും പിന്നെ ബാക്കിയുള്ള നമ്മുടെ കുറച്ച് ഈ റൂമിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ വളരെ സൈലൻ്റ് ആയിരിക്കും. വളരെ സൈലൻ്റ്. ഇവിടെ കളിയും ബഹളങ്ങളും എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളിവിടെ വന്ന് കൂടും. ഒരു 5 മണി മുതൽ ഒരു 6, 6:30 വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഈ റൂം കാണുമ്പോഴേ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സോങ് എന്ന് വെച്ചാൽ സൂന സൂന. ഇപ്പോഴും മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. എല്ലാത്തിനും വഴിയൊരുക്കിയ പാട്ട്. അനുപല്ലവി വേണം. നീ എൻ പ്രിയ രാഗം ഞാനലിയും രാഗമേഘം. നീ എൻ പ്രിയ രാഗം ഞാനലിയും രാഗമേഘം. പറയൂ നീ ഹൃദയവീതിയിൽ നിറയൂ നീ ഇന്നു മനമാകവേ. सुना सुना है मेरा दिल सुना 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 हर पल ये दिल सुना राहों में चलते चले राहों गुमसुम लगे गमरे आंसू गिरे दिल से आके ऐसे मिलो सुना सुना. नीयन प्रिय रागम ഞാനലിയും രാഗമേഘം. നീയൻ പ്രിയ രാഗം ഞാനലിയും രാഗമേഘം. പറയൂ നീ ഹൃദയവീതിയിൽ നിറയൂ നീ ഇന്നു മനമാകവേ. സുന സുന है मेरा दिल सुना 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 हर पल ये दिल सुना राहों में चलते चले राहों गुमसुम लगे गमरे आंसू गिरे. ഇതാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഇപ്പോഴത്തെ അല്ല, ആദ്യത്തെ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഇതൊരു 1, 2, 3 മൂന്നാമത്തെ നില. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
വളരെ സൗണ്ട് ശാന്തമായ ഇപ്പൊ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ ബഹളമുണ്ടെങ്കിലും അന്ന് ഞങ്ങൾ ഇവിടെ വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡെമോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് താഴെ ഒരു റൂമുണ്ട്, ഇപ്പോഴൊരു കട, വലിയ കട. വലിയ കടയിൽ നിൽക്കുന്ന അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് മേളിൽ ഒരു ചെറിയ റൂമുണ്ട്, അവിടെ ഭയങ്കര ഒരു ഡിലേ, എപ്പോഴും ഭയങ്കര ഓപ്പൺ റൂമായതുകൊണ്ട് ഭയങ്കര ഡിലേ. ഒരു പ്രീസെറ്റ് എഫക്ട്സ് ഉണ്ട് ആ റൂമിൽ, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ റെക്കോർഡിംഗ് സെൻ്റർ ആക്കി. അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റെക്കോർഡിംഗ് റൂം അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സാഫല്യം. ഇപ്പോഴും നമ്മൾ വന്നിരിക്കുമ്പോഴും നമ്മൾ ഇവിടെ വന്നിരുന്ന പാടും വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഒരുമിച്ച്. അതെ, അത് പറഞ്ഞു വന്നപ്പോഴാണ് ചേട്ടാ ഇപ്പോൾ തമിഴിൽ ഏതോ ഞാൻ ഇപ്പോഴും സച്ചിനിലെ പാട്ട് ഗുണ്ടുമാങ്ക ഇപ്പോൾ ഫുള്ള് ജോക്ക് ബോക്സ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിത്തരും ഞങ്ങൾക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഗിറ്റാറുണ്ട്, ഇതിൽ ചുമ്മാ ഒന്ന് കൊട്ടിക്കോളാം. അപ്പോൾ കേട്ടായിരുന്നു ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പ് എടുത്തിട്ട് ആണല്ലേ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കൂടെ വരാം, ഞങ്ങൾ കൂടെ പാടിക്കോളാം. ആ ഫീമെയിൽ പോർഷനൊക്കെ ഞങ്ങൾ പാടിക്കോളാം. ഓക്കെ, റെഡി. ആക്ച്വലി സ്കൂളിൽ പഠിക്കുമ്പോഴും മ്യൂസിക് ഒത്തിരി കേൾക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ ഞങ്ങളുടെ അപ്പോഴും പാട്ട് എനിക്ക് ഒരു ട്രെയിനിങ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും ഒത്തിരി പാട്ട് കേൾക്കുമായിരുന്നു. ഒത്തിരി ആ സമയം കൂടുതലും ക്രൈസ് വെസ്റ്റേൺ മ്യൂസിക്കിനോടായിരുന്നു ഒത്തിരി സമയം. ആ സമയം യൂറോ ടോപ്സ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് മാത്രമേ നമുക്കിവിടെ ഇന്ത്യൻ ചാനലുകളിൽ നമുക്ക് ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാവൂ. അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് ആ സമയം എനിക്ക് കിട്ടാനിടയായി. ഒത്തിരി കുവൈറ്റ് റിട്ടേണീസ് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സ്കൂളിൽ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി കാസറ്റ് കിട്ടും. അതൊക്കെയാണ് പുതിയ ഒരു ലൈനിലോട്ട് ചിന്തിക്കത്തക്ക ഒത്തിരി സോങ്സ് ആ സമയം കേട്ടു. അത് ഒത്തിരി ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു. ആ ഒരു അവരുടെ ഒരു പാറ്റേൺ ഓഫ് മ്യൂസിക്കിനോട് വലിയ താല്പര്യം. അപ്പോഴന്നെ ഞാൻ അതേസമയം തന്നെ ഞാൻ ഒത്തിരി ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കും കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആക്ച്വലി ഞാനൊരു 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസിക്കൽ പിയാനോ തുടങ്ങിയത്. ആക്ച്വലി ക്ലാസിക്കൽ പിയാനോ പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഡിഗ്രി എത്തുമ്പോൾ ഞാൻ ഒരു പാട്ടുകാരൻ ആവണം എന്നുള്ളൊരുപരി എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇതാണ് സൗത്ത് പാർക്ക്. ഞാൻ ജീവിതത്തിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് തന്നെ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് പറയും. കാര്യം ഞാൻ ഒരു സിംഗറായിട്ട്, ഞാനൊരു പിയാനിസ്റ്റായിട്ട് തുടങ്ങി. ഞാൻ ഹോട്ടലിൽ പിയാനോ വായിച്ചു. ഞാനൊരു സിംഗറായിട്ട് യഥാർത്ഥത്തിൽ മാറുന്നതെന്ന് വെച്ചാൽ ഇവിടെ സൗത്ത് പാർക്ക് എന്നാണ്. ഇവിടെ ഏതാണ്ടൊരു 4-5-6 വർഷത്തോളം ഞാനിവിടെ ഒരു സിംഗറായിരുന്നു. അങ്ങനെ ആ സമയമാണ് ആക്ച്വലി ഞാനൊരു വെസ്റ്റേൺ സിംഗിങ്ങിനോട് ഏറ്റവും അടുക്കാൻ ഇടയായിരുന്നു. ഒത്തിരി സ്റ്റൈലുകൾ കേൾക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള മ്യൂസിക്കെല്ലാം ഞാൻ ആ സമയമാണ് ആക്ച്വലി കേട്ടു തുടങ്ങിയത്. അതുപോലെ മാത്രമല്ല ഇവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ സൂന ചെയ്യുന്നതും അത് ജരാസാറ് കേൾക്കുന്ന വഴി ബീബൽസൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് തുടങ്ങുന്നതും. ആദ്യത്തെ ഫിലിം ഓഫർ വരുന്നത് ഞാനിവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ്. അതുപോലെ ഞാൻ ബീബൽസ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്. സഫലമൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുമായിരുന്നു. അരുവിക്കര എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച എന്നെയും എൻ്റെ സംഗീതത്തെയും സ്നേഹിച്ച മലയാളി പ്രേക്ഷകരോടാണ് എനിക്ക് എന്നും നന്ദിയും കടപ്പാടുമുള്ളത്.